നൈസ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെങ്ങാമുക്ക് ഹൈസ്കൂളിൽ നടന്ന വിജയോത്സവം 2017 MP PK ബിജു ഉദ്ഘാടനം ചെയ്തു. പെങ്ങാമുക്ക് ചിരളിപ്പുഴയിലും പരിസരത്തും മാലിന്യം നിറയുന്നു. സർക്കാരിന്റെ സേവനങ്ങളുടെയും പദ്ധതികളുടെയും നടത്തിപ്പ് ജനങ്ങളിലേക്ക് എത്തുന്നതിൽ പ്രമുഖ പങ്ക് വഹിക്കുന്നവയാണ് വായനശാലകളെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ. കുന്നംകുളം നഗരസഭയിലെ പ്രധാനമന്ത്രി ആവാസ് യോജന ഭവന പദ്ധതിയിൽ 75 വീടുകൾക്കുള്ള 1ാം ഘട്ട ധനസഹായം കൈമാറി. വാർത്തകൾ വിശദമായി. പെങ്ങാമുക്ക് ഹൈസ്കൂളിൽ നടന്ന വിജയോത്സവം 2017 MP PK ബിജു ഉദ്ഘാടനം ചെയ്തു. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെയും പെങ്ങാമുക്ക് ഹൈസ്കൂളിന്റെയും ചരിത്രത്തിൽ SSLCക്ക് 100% വിജയം നേടിയ 2016-2017 ബാച്ചിലെ SSLC വിദ്യാർത്ഥികളെ അനുമോദിക്കലും MP ഫണ്ടിൽ നിന്ന് ലഭിച്ച കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടുത്തി നിർമ്മിച്ച കമ്പ്യൂട്ടർ ലാബിന്റെയും വിവിധ ക്ലബ്ബുകളുടെയും സംയുക്ത ഉദ്ഘാടനം വിജയോത്സവം 2017 MP ശ്രീ PK ബിജു നിർവഹിച്ചു. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CK സദാനന്ദൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഉന്നത വിജയം കൈവരിച്ചവർക്കും 100% വിജയം നേടിയവർക്കും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ജയശങ്കർ ഉപഹാര സമർപ്പണം നടത്തി. വിവേകാനന്ദ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി കൃപ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഗീത സതീശൻ, കലാമണ്ഡല നിർവാഹക സമിതി അംഗം ശ്രീ TK വാസു, കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി അനിത മുരളി, സ്കൂൾ മാനേജരും റിട്ടയർഡ് പ്രധാനാധ്യാപകനുമായ ശ്രീ ബിനോയ് പി ചുമാർ, PTA പ്രസിഡന്റ് PM സുരേഷ് കുമാർ, MPTA പ്രസിഡന്റ് ശ്രീമതി PI അമ്മണി, 2016-2017 ബാച്ച് പ്രതിനിധി എന്നിവർ ചടങ്ങിനെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ഷനോജ് മാസ്റ്റർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി നീത സക്രിയാസ് നന്ദിയും രേഖപ്പെടുത്തി. ത്തിൽ 2014 മുതൽ ഞാൻ തുടക്കം കുറിച്ച ഇൻസ്പയർഡ് സ്കൂൾ പദ്ധതിയിൽപ്പെടുത്തി കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. സാധാരണ എല്ലാ സ്കൂളുകളിലും ഇതിൽ ഉദ്ഘാടനത്തിന് പോകാൻ കഴിയില്ല. കാരണം 100 സ്കൂളുകളോളം ഞാനിപ്പോൾ കൊടുത്തു കഴിഞ്ഞു. എല്ലാ സ്ഥലത്തും എത്താൻ കഴിയില്ല. പക്ഷെ പെങ്ങാമുക്കിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഇവിടുത്തെ അധ്യാപകരും PTAയും എല്ലാം ഈ സ്കൂളിന്റെ വളർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പരിശ്രമം നടത്തുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. പെങ്ങാമുക്ക് ചിരളിപ്പുഴയിലും പരിസരത്തും മാലിന്യം നിറയുന്നു. പെങ്ങാമുക്ക് ചിരളിപ്പുഴയിലും പരിസരത്തും മാലിന്യം നിറയുന്നു. വളരെ അകലെ നിന്നുപോലും മാലിന്യം ഇവിടെ കൊണ്ടുവന്നിടുന്നുണ്ടെന്നാണ് കരുതുന്നത്. പരിസരത്ത് അധികം വീടുകളില്ലാത്തത് സാമൂഹ്യ വിരുദ്ധർക്ക് സഹായകമാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അറവ് മാലിന്യങ്ങളുമാണ് കൊണ്ടുവന്നിടുന്നത്. വലിയ ടിന്നുകളിൽ നിറച്ചാണ് മാലിന്യങ്ങൾ കൊണ്ടുവരുന്നത്. അതിനാൽ വലിയ ടിന്നുകൾ വെള്ളത്തിലേക്ക് താഴ്ന്നുപോയി ജലത്തിൽ കലരുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് വഴിയൊരുക്കുക. മാലിന്യം കൊണ്ടുവരുന്നവരെ പിടികൂടുന്നതിന് രാത്രികാലങ്ങളിൽ ശക്തമായ പോലീസ് നിരീക്ഷണം മേഖലയിൽ വേണമെന്ന് പരിസരവാസിയായ സജീവൻ നൈസ് ടിവിയോട് പറഞ്ഞു. ഈ പുഴ വർഷങ്ങളായിട്ട് ഈ ഒരു അവസ്ഥയിലാണ്. ഇതിനു മുൻപ് ഒഴിവ് ദിവസങ്ങളിലും അല്ലാത്ത ദിവസങ്ങളിലും ഒരുപാട് പേർ ഇവിടെ കുളിക്കുകയും വസ്ത്രങ്ങൾ കഴുകുകയും അങ്ങനെയുള്ള എല്ലാവിധ ശുദ്ധീകരണങ്ങളൊക്കെ നടത്തിയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഒരുപാട് വർഷങ്ങളായിട്ട് ഈ അവസ്ഥയിലാണ് എടുക്കുന്നത്. ഇതിനെതിരായിട്ട് ഇവിടെ പിന്നെ മാലിന്യങ്ങൾ ഒരുപാട് തള്ളുന്നുണ്ട്. ഈ അറവുശാലകൾക്ക് എതിരായിട്ടും അവർക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അവരെ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ അവർ മാലിന്യം ഇടാൻ പാടില്ല, നിങ്ങൾ അവിടെ തന്നെ സംസ്കരിക്കണമെന്നും ഈ കാര്യങ്ങൾ ഈ കുളവാഴകളും മറ്റുള്ള സാധനങ്ങൾ ഒക്കെ വെട്ടി മാറ്റിയിട്ട് കൃഷിക്കും വെള്ളം ഇവിടെ സ്റ്റോർ ചെയ്യാനുള്ളൊരു സംവിധാനം ഒരുക്കണം.
അതിനുവേണ്ടി പോലീസുകാരുകളും ഇവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങളും വേണ്ട മുൻകരുതൽ എടുക്കേണ്ടതാകുന്നു. അപ്പോൾ നമുക്ക് പറയാം, നാട്ടുകാരെന്നെനിക്ക് എനിക്ക് പറയാനുള്ളൂ. സർക്കാരിന്റെ സേവനങ്ങളുടെയും പദ്ധതികളുടെയും നടത്തിപ്പ് ജനങ്ങളിലേക്ക് എത്തുന്നതിൽ പ്രമുഖ പങ്ക് വഹിക്കുന്നവയാണ് വായനശാലകളെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ. സർക്കാരിന്റെ സേവനങ്ങളും പദ്ധതികളും ജനങ്ങളിലെത്തിക്കുന്നതിൽ വായനശാലകളുടെയും ക്ലബ്ബുകളുടെയും പങ്ക് വലുതാണെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ജയശങ്കർ. പെങ്ങാമുക്ക് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ സൗജന്യ ആധാർ ലിങ്കിങ്ങിന്റെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജയശങ്കർ. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ സദാനന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം വിജയ ഗോപി, വായനശാല ഭാരവാഹികളായ ജോൺസൺ, സോണി സക്കറിയ എന്നിവർ പ്രസംഗിച്ചു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. നേതൃത്വത്തിൽ ഇങ്ങനൊരു സൗജന്യമായിട്ടുള്ള സേവനം നടത്തുമ്പോൾ അതിന്റെ സേവനം നമ്മുടെ പ്രദേശത്തുള്ള നാട്ടുകാർക്ക് ലഭ്യമാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. ഇനിയും ഇതുപോലുള്ള നല്ല പരിപാടികൾ നടത്താൻ നാട്ടുകാർക്ക്, കാരണം സംസ്ഥാന ഗവൺമെന്റ് ഓരോരോ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കും, കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കും. അതിന്റെ നടത്തുവുമായി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അതിന്റെ അറിയിപ്പുകൾ വരുമ്പോൾ അതൊക്കെ പൊതുജനങ്ങളുമായി അറിയിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർമാരുണ്ടെങ്കിൽ തന്നെ അവർക്കൊക്കെ ഒരുപാട് തിരക്കുകളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അവരെയൊക്കെ സഹായിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നാട്ടിനകത്തുള്ള ക്ലബ്ബുകൾക്കുണ്ട്, ഗ്രാമീണ വായനശാലകൾക്കുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാനമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ്, NVKM & Sons, ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ്, കുന്നംകുളം. ഫോൺ 9446 145776, 9446 145778.
തുടരുന്നു. കുന്നംകുളം നഗരസഭയിലെ പ്രധാനമന്ത്രി ആവാസ് യോജന ഭവന പദ്ധതിയിൽ 75 വീടുകൾക്കുള്ള ഒന്നാം ഘട്ട ധനസഹായം കൈമാറി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കുന്നംകുളം നഗരസഭയിൽ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന സമ്പൂർണ്ണ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഒന്നാം ഗഡു വിതരണവും ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതി ഗൃഹമാലിന്യ പാലികയുടെ വിതരണവും PK ബിജു MP ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുത്ത കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണത്തിന് 3 ലക്ഷം രൂപയാണ് PMAY പദ്ധതി പ്രകാരം നഗരസഭ വിതരണം ചെയ്യുന്നത്. 4 ഘട്ടങ്ങളിലായാണ് ഫണ്ട് വിതരണം ചെയ്യുക. ഒന്നാം ഘട്ടം 30,000 രൂപയും 2 ഘട്ടങ്ങളിലായി 1,20,000 രൂപയും 4ാം ഘട്ടം 30,000 രൂപയുമാണ് വിതരണം ചെയ്യുക. ഒന്നാം ഘട്ട തറ നിർമ്മാണം പൂർത്തിയാക്കിയ 75 പേർക്കാണ് ഒന്നാം ഗഡുവായി 30,000 രൂപ നൽകുന്നത്. രേഖകൾ കൃത്യമായി സമർപ്പിക്കാത്തവർക്ക് PMAY പദ്ധതി പ്രകാരം തുടർന്നും ഫണ്ട് അനുവദിക്കും. ഉറവിട മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി 1,800 രൂപയുടെ ബയോബിനാണ് ഗൃഹമാലിന്യ പാലിക വഴി വിതരണം ചെയ്യുന്നത്. നഗരസഭയിൽ 3,000 പേർക്കാണ് ബയോബിൻ വിതരണം ചെയ്യുന്നത്. ആദ്യഘട്ടമായി 350 പേർക്ക് ഇത് വിതരണം ചെയ്യും. ഗുണഭോക്താക്കൾ ബിന്നിന് 300 രൂപയും മാലിന്യം വളമാക്കാനുള്ള ചകിരിച്ചോറിന് 200 രൂപയും നൽകണം. ബാക്കി തുക നഗരസഭ വഹിക്കും. പ്രത്യേകം പരിശീലനം ലഭിച്ച കുടുംബശ്രീ പ്രവർത്തകർ വീടുകൾ സന്ദർശിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും. മാലിന്യവളം കുടുംബശ്രീ പ്രവർത്തകർ ശേഖരിക്കാനും സംവിധാനമുണ്ട്. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ PM സുരേഷ്, മെമ്പർ സെക്രട്ടറി കാർത്തിക, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, ആസൂത്രണ ഉപാധ്യക്ഷൻ V മനോജ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. സ്വന്തമായ പാർപ്പിടം ഉറപ്പാക്കുന്ന നഗരമായി മാറാനുള്ള ഒരു പ്രവർത്തനത്തിന്റെ തുടക്കമാണ്. മറ്റൊന്ന്, കുന്നംകുളം നഗരത്തെ വൃത്തിയുള്ള നഗരമാക്കാനുള്ള വിപണി. അടയ്ക്ക പഴയത് 4,100 രൂപ മുതൽ 4,300 രൂപ വരെ, പുതിയത് 4,200 രൂപ മുതൽ 4,508 രൂപ വരെ, രണ്ടാം തരം 2,900 രൂപ മുതൽ 3,250 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെങ്ങാമുക്ക് ഹൈസ്കൂളിൽ നടന്ന വിജയോത്സവം 2017 MP PK ബിജു ഉദ്ഘാടനം ചെയ്തു. പെങ്ങാമുക്ക് ചിരളിപ്പുഴയിലും പരിസരത്തും മാലിന്യം നിറയുന്നു. സർക്കാരിന്റെ സേവനങ്ങളുടെയും പദ്ധതികളുടെയും നടത്തിപ്പ് ജനങ്ങളിലേക്ക് എത്തുന്നതിൽ പ്രമുഖ പങ്ക് വഹിക്കുന്നവയാണ് വായനശാലകളെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ. കുന്നംകുളം നഗരസഭയിലെ പ്രധാനമന്ത്രി ആവാസ് യോജന ഭവന പദ്ധതിയിൽ 75 വീടുകൾക്കുള്ള ഒന്നാം ഘട്ട ധനസഹായം കൈമാറി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി. Audio Jungle.